ഒരിക്കൽ ഒരു വിചിത്രമായൊരു സംഭവമുണ്ടായി. വളരെ വളരെ വിചിത്രമായൊരു സംഭവം. രണ്ട് ചെറുപ്പക്കാർ ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ആത്മഹത്യ ചെയ്യാൻ വന്നു. വളരെ വലിയൊരു പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുക. താഴെ അതിഭയങ്കരമായൊരു പുഴയാണ്. വീണ് കഴിഞ്ഞാൽ മരിക്കുമെന്നത് ഉറപ്പാണ്. രണ്ട് ചെറുപ്പക്കാരും ഒന്നിച്ചൊരേ സമയമാണ് പാറയുടെ മുകളിലേക്ക് കയറിയത്. അവർ അപ്പോഴാണ് തമ്മിൽ കാണുന്നത്. രണ്ടുപേരും ഒരേ സ്വരത്തിൽ ഒരേ സമയം അങ്ങോട്ടേക്ക് ചോദിച്ചു, ആത്മഹത്യ ചെയ്യാൻ വന്നതാണോ? രണ്ടുപേരും പറഞ്ഞു, അതെ. വളരെ വിചിത്രമായൊരു മൊമെൻ്റാണത്. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവർക്കിടയിൽ വളരെ വലിയ സൗഹൃദം ഉണ്ടായി. അവർ സംസാരിക്കാൻ തുടങ്ങി. ആത്മഹത്യ സംഭവിച്ചില്ല, പക്ഷെ ഇവർക്കിടയിൽ നല്ലൊരു കോൺവെർസേഷൻ നടന്നു. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മറ്റേ ചെറുപ്പക്കാരനോട് ചോദിച്ചു, പറയൂ, നിങ്ങൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ വന്നത്? അപ്പോൾ മറ്റേ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു, വളരെയധികം ഇഷ്ടം. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമേ ആയിരുന്നില്ല. അവൾക്ക് വേറെ ആരെയും ഇഷ്ടമായിരുന്നു. അവൾ അവനെ കല്യാണം കഴിച്ചു. ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്നു. എനിക്കുറപ്പുണ്ടായിരുന്നു ഞാൻ മാറും, ഞാൻ എല്ലാം മറക്കും, എല്ലാം ശരിയാവുമെന്ന്. പക്ഷെ എൻ്റെ കാത്തിരിപ്പൊക്കെ വെറുതെ ആയിരുന്നു. എൻ്റെ ഉള്ളിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് അയാളുടെ പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ പേര്, അവളുടെ വീട്, അവളുടെ നാട്, അവരുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ, അങ്ങനെയെല്ലാം. കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റേ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിർത്ത്. എടാ, ഏത് പെൺകുട്ടി ഇല്ലാത്തത് കൊണ്ടാണോ നീ ആത്മഹത്യ ചെയ്യാൻ വന്നിരിക്കുന്നത്? ആ പെൺകുട്ടി കൂടെ ഉള്ളത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാൻ വന്നവനാണ് ഞാൻ. അവളെ കല്യാണം കഴിച്ചത് ഞാനാണടാ. ജീവിതം നരകമാക്കി മാറ്റിയവൾ. എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. അവളുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നത്. ഇവർ തമ്മിൽ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ആദ്യത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇനി നമ്മൾ എന്താ ചെയ്യുക? കാരണം ഇപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനർത്ഥമില്ലാന്ന് തോന്നുന്നു. നല്ല തീരുമാനമാണ്, ശരിയല്ലേ? നോക്കൂ, ഇതിവരുടെ മാത്രം കഥയല്ല, നമ്മുടെ എല്ലാവരുടെയും കഥയാണ്. കല്യാണം മാത്രമല്ല, പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. എത്രയോ പേർ ഒരു ജോലി കിട്ടിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നവരാണ്. ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്നവരാണ്. എന്നാൽ എത്രയോ പേർ കിട്ടിയ ജോലി ലോകത്തിലെ ഏറ്റവും വലിയ തലവേദനയാണെന്ന് പറയുന്നവരാണ്. ഇതെങ്ങനെങ്കിലും ഒന്ന് മതിയാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ്. ശരിയല്ലേ? എത്രയോ പേർക്ക് ചില പദവികളിൽ എത്തിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ആ പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരെ ചോദിച്ചു നോക്കൂ. അവർ പറയുക, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോകാൻ പറ്റിയാൽ മതി എന്നാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ മതി എന്നാണ്. ജീവിതം വളരെ വിചിത്രമാണ്. ഇന്ന് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നത് നാളെ ചീത്തയായിട്ട് തോന്നും. ഇന്ന് മനോഹരമാണെന്ന് തോന്നുന്നത് നാളെ മോശമായിട്ട് തോന്നും. ഇന്ന് ഭംഗിയില്ല എന്ന് തോന്നുന്നത് നാളെ ഭംഗിയുള്ളതായിട്ട് തോന്നും. എത്രയോ പേർ ഒരു കാര്യം നടന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുമ്പോൾ എത്രയോ പേർ അത് നടന്നല്ലോ എന്നോർത്ത് വിഷമിക്കുകയാണ്. നോക്കൂ, ജീവിതത്തിൽ നമുക്കെന്ത് സംഭവിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ വലിയ കൺട്രോൾ ഉണ്ടാവില്ല. പക്ഷേ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും 100% കൺട്രോളും നമ്മുടെ കയ്യിൽ തന്നെയാണ്. ജീവിതത്തിൽ എന്ത് തരം സാഹചര്യം വന്നാലും അങ്ങേയറ്റം വിവേകത്തോടെ, അങ്ങേയറ്റം ബോധത്തോടെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.